വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകളാണ്. അപ്പോൾ നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാം ഇങ്ങ് അടുത്തിരിക്കുകയാണ് അല്ലേ. മെയ് മാസത്തിലാണ് നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാം വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി എല്ലാവരും നന്നായി തന്നെ തയ്യാറെടുക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങളെല്ലാം തന്നെ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അക്കൗണ്ടിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. Final accounts with adjustments. Final accounts are prepared from trial balance, but the trial balance is not a complete tool to prepare a final account. ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രയൽ ബാലൻസിലുള്ള ഫിഗേഴ്സ് വെച്ചിട്ടാണ്. ബട്ട് ട്രയൽ ബാലൻസ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് ടൂൾ ടു പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്. നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ടൂള് നമുക്ക് ട്രയൽ ബാലൻസിൽ അവൈലബിൾ അല്ല. So this is due to the reason that trial balance contains summary of only those transactions which have been already recorded in the books of accounts during a given period. It does not include information relating to pending transaction. Pending transaction details അതിലുണ്ടായിരിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് there might be expenses paid in advance. So while preparing final account, certain adjustments should be made. ഫൈനൽ അക്കൗണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ ദോസ് എൻട്രീസ് വിച്ച് ആർ പാസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരിയഡ് ടു മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, accrued income, income received in advance, etc. with a view to find out the true profit on accrual basis and to show true fair financial position of the business. അതായത് നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എക്രൂഡ് ഇൻകത്തിൻ്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസസിൻ്റെ കാര്യത്തിലാവാം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിനാവാം. ഈ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക്. Generally, closing stock is not given in trial balance. It will be given under adjustment. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമുക്കിത് കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എൻട്രി വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കതിൻ്റെ എൻട്രി ഉണ്ടായിരിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത്. Treatment in final accounts. Closing stock is shown on the credit side of trading account. It is also shown on the asset side of the balance sheet. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും നമുക്ക് എന്ത് കാണിക്കാം? ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് കാണിക്കാവുന്നതാണ്. Then outstanding expenses. Outstanding expenses are also those expenses which remain unpaid at the end of the accounting period. അതായത് അൺപെയ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്നാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഷുഡ് ബി ആഡഡ് ടു ദ കൺസേൺഡ് എക്സ്പെൻസസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ എന്താണോ നമ്മുടെ കൺസേൺഡ് എക്സ്പെൻസ് അതിനോടുകൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഇറ്റ് ഷുഡ് ഓൾസോ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റി ആയിട്ട് നമ്മളത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ദെൻ എക്രൂഡ് ഇൻകത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ദിസ് ഈസ് ദ ഇൻകം ഏൺ ബട്ട് നോട്ട് റിസീവ്ഡ് ബൈ ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ. നമുക്ക് ഏൺ ചെയ്തിരിക്കുന്നതാണ്, പക്ഷേ നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല അല്ലേ. അതാണ് എക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് എക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റ് ടു ഇൻകം അക്കൗണ്ട് എന്നാണ്. എക്രൂഡ് ഇൻകം ഷുഡ് ബി ആഡഡ് ടു ദ കൺസേൺഡ് ഇൻകം ഓൺ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എക്രൂഡ് ഇൻകം കാണിക്കുന്നത്. എക്രൂഡ് ഇൻകം ഷുഡ് ബി ആഡഡ് ടു ദ കൺസേൺഡ് ഇൻകം ആണ് അല്ലേ. ഇൻകം ആയതുകൊണ്ട് നമ്മളതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഇറ്റ് ഈസ് ഓൾസോ ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ്. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. സംടൈംസ് ദ ഹോൾ എമൗണ്ട് ഓഫ് ഇൻകം റിസീവ്ഡ് ഇൻ അക്കൗണ്ടിംഗ് ഇയർ ഡസ് നോട്ട് ബിലോങ് ടു ദ കറണ്ട് ഇയർ. എ പാർട്ട് ഓഫ് ഇറ്റ് മേ ബി റിലേറ്റ് ടു ദ നെക്സ്റ്റ് ഇയർ. സച്ച് പോർഷൻ ഓഫ് ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺഡ്. അങ്ങനെയുള്ള ഇൻകമാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അൺഏൺഡ് ഇൻകം. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറയുന്നത് ഇൻകം അക്കൗണ്ട് അറ്റ് ടു അൺഏൺഡ് ഇൻകം ആണ്. Income received in advance should be deducted from concerned income on the credit side of the
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കും. ഇറ്റ് ഷുഡ് ഓൾസോ ബി ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ നമ്മളത് കാണിക്കുന്നു. ദെൻ ഡിപ്രിസിയേഷൻ, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ ആൻഡ് പാസേജ് ഓഫ് ടൈം ഓർ ഒബ്സലസൻസ് ഈസ് കോൾഡ് ഡിപ്രിസിയേഷൻ. അതായത് ഒരു അസറ്റിന് ഉണ്ടാകുന്ന തേയ്മാനമാണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു അസെറ്റ് എന്നതാണ് അതിൻ്റെ ജേണൽ എൻട്രി. ഡിപ്രിസിയേഷൻ ഷുഡ് ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് അസെറ്റ് ഓൺ ദ അസെറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്